പമ്പയാറും പള്ളിയോടവും പടയണിയും വഞ്ചിപ്പാട്ടും ആറന്മുള കണ്ണാടിയുമടക്കം പത്തനംതിട്ടയുടെ സവിശേഷതകളെ തൊട്ടറിഞ്ഞുള്ള യാത്ര. ഇന്നലെ അടൂരിൽ നിന്നും ആരംഭിച്ച ലഹരിക്കെതിരായ സന്ദേശം പത്തനംതിട്ടക്കാരുടെ മനസ്സുകളിൽ നിറച്ച യാത്ര ഇന്നും മുന്നേറി. ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മോർണിംഗ് ഷോയോടെ തുടക്കം. അൻപത്തിയാറ് വർഷം മുൻപുണ്ടായ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ തോമസ് ചെറിയാന്റെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ ശവകുടീരം SKN സന്ദർശിച്ചു. ശേഷം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുമായി ലഹരിവിരുദ്ധ സംവാദം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ലഹരി എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായി. തലമുറ 3 തവണ റിപ്പീറ്റ് ചെയ്തു, ഇന്ന് റിപ്പീറ്റ് ചെയ്തു. തലമുറ 3 തവണ, ഇന്ന് 2 തവണ. അപ്പോൾ കപ്പ് 1 തവണ. മാർത്തോമ സഭയുടെ ആസ്ഥാനത്ത് സഭാ സെക്രട്ടറി എബി മാമന്റെ നേതൃത്വത്തിൽ കേരളയാത്രയെ സ്വീകരിച്ചു. വൈദിക മേധാവികളെ യാത്രയുടെ പ്രാധാന്യം അറിയിച്ചു, നിർദ്ദേശങ്ങൾ തേടി. അപ്പോൾ മാർത്തോമ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെല്ലാം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഒരു പ്രാവശ്യം കൂടെ ഉറപ്പ് തരികയാണ്. തിരുവല്ല KSRTC പരിസരത്ത് നടന്ന സമാപന സദസ്സിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ. ജനപ്രതിനിധികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പുറമെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, യോഗക്ഷേമ സഭാ നേതാവ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പ്രമുഖർ സമാപന സദസ്സിൽ പങ്കാളികളായി. എഴുത്തുകാരൻ ബെന്യാമിൻ, ആന്റണി MP, പ്രമോദ് നാരായണൻ MLA എന്നിവരും വിവിധയിടങ്ങളിലെത്തി കേരളയാത്രയ്ക്ക് പിന്തുണയറിയിച്ചു. ജില്ലയിലെ പോലീസ് എക്സൈസ് മേധാവികളും SKN40 ചേർന്നു. 24 പത്തനംതിട്ട.